എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ പ്രിലിംസ് ഫെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് GS നല്ല മാർക്ക് ഉണ്ടായിരുന്നു, CSAT പൊട്ടി. അപ്പൊ അന്ന് ആദ്യം ഒരു ഡിനയിലായിരുന്നു ഞാൻ ഫെയിൽ ആയ സമയത്ത്. കാരണം ഇല്ല, എന്നെ മാത്രം തോൽപ്പിച്ചു. പക്ഷെ എനിക്ക് ഞാൻ ഇട്ട എഫേർട്ടിന് അവരെനിക്ക് റിസൾട്ട് തന്നില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് തേവള്ളി പറമ്പിൽ ജോസഫ് അലക്സിനെയൊക്കെ കണ്ടിട്ട് ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്, ബാലചന്ദ്രനെ കണ്ട് ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട് പോലീസ് ആവാനെന്നുള്ള രീതിയിൽ. അപ്പം സ്കൂൾ സമയങ്ങളിൽ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ, അതായത് നമ്മള് ആക്ഷൻ ഫിഗർ അല്ലാതെ ഒരു ലിറ്റററി വർക്കിലോ അല്ലെങ്കിൽ സിനിമയിലോ അങ്ങനെ ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ടോ? ആ പ്രിലിംസ് ഫെയിലിയർ ചെയ്ത് പ്രിലിംസ് സക്സസ് ആയിട്ടുള്ള സമയത്ത് എന്റെ മെന്റൽ ഹെൽത്ത് വളരെ പുവർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഹെൽത്തിനെ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്, എന്റെ പ്രൊഡക്ടിവിറ്റിയെ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നും ഇല്ല മുന്നോട്ട് നോക്കാൻ, അങ്ങനെയൊക്കെ 23 വയസ്സിൽ തോന്നുക എന്ന് പറയുന്നത് അത്ര നല്ല മെന്റൽ ഹെൽത്തിന്റെ ഒരു ലക്ഷണം അല്ല. ഇവര് നോക്കുമ്പോൾ ഇവര് സിനിമ കാണുന്നത് ഇവർക്കൊപ്പം പഠിച്ച കുട്ടികളും ജോലിക്ക് പോകുന്നു, PGക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പല സ്ഥലത്തും പഠിക്കാൻ പോകുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്നു. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ രാവിലെ എണീക്കുന്നു, ഹിന്ദു വായിക്കുന്നു, പൊളിറ്റി അടിക്കുന്നു, ലക്ഷ്മി കഴിക്കുന്നു, എല്ലാ ദിവസവും ഇതേ സാധനം തന്നെ. ഇന്നിപ്പോ അത് ചെയ്യുന്നു, നാളെ വീണ്ടും അത് ചെയ്യുന്നു. നമ്മൾ മലയാളത്തിലെ ചെറുപ്പകാലത്തിൽ പഠിക്കുമല്ലോ, തോൽവി വിജയത്തിന്റെ പടികൾ നടത്തുന്നത്. അത് വളരെ യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പടികൾ തന്നെ ആയിരുന്നല്ലേ? പടികൾ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ തോറ്റിരിക്കുന്ന സമയത്ത് എന്നോട് ആരെങ്കിലും പറഞ്ഞാല് ഹായ് ഓൾ, നമസ്കാരം. ഇന്ന് എന്റെ ഒപ്പം ഉള്ളത് നന്ദന ജിപി. നന്ദനയുടെ വീട് കൊല്ലം കൊട്ടാരക്കരയിലാണ്. ഇത്തവണത്തെ UPSC എക്സാമിനേഷനിൽ ഉന്നത വിജയം കരസ്ഥമാക്കി 47 റാങ്ക് കരസ്ഥമാക്കി IAS നേടിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. നന്ദനയുടെ വീടും നാടും ഒക്കെ എവിടെയാണ് പഠിച്ചതൊക്കെ? എന്റെ വീട് കൊട്ടാരക്കരയ്ക്കടുത്ത് വൈക്കൽ എന്നുള്ള സ്ഥലത്താണ്. ഞാൻ പഠിച്ചതും എന്റെ അച്ഛൻ പഠിപ്പിച്ച അതേ സ്കൂളിലാണ്, രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാളകം. LKG മുതൽ 10ാം ക്ലാസ് വരെ അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 പാസ്സായി. പിന്നീട് മാർവാനിയസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ഗ്രാജുവേറ്റ് ചെയ്തു 2022. അതിനുശേഷം UPSCക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പം മാഷിന്റെ മോളാണ് അല്ലെ? സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട്, അധ്യാപകരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ കുറച്ച് പ്രഷറൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചു? എന്നെ സംബന്ധിച്ച് എന്റെ അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കുമ്പോൾ, അത് മാത്രമല്ല അവിടുത്തെ വേറെയും ടീച്ചേഴ്സിന്റെ മക്കളൊക്കെ അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ക്ലാസ്സിൽ അങ്ങനെയുള്ള കുറെ ആൾക്കാർ പഠിക്കുന്നതിന്റെ ഒരു ചെറിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ പേരൻസ് അങ്ങനെ അത്രത്തോളം ഫോഴ്സ് ചെയ്യുന്ന ഒരു നേച്ചർ ആയിരുന്നില്ല. കാരണം അവരെന്നെ എന്റെ വഴിക്ക് വിടുക, അല്ലാതെ മാർക്കിൽ അങ്ങനെ ഒരുപാട് ഫോക്കസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ആ പ്രഷർ ഉണ്ടായിരുന്നില്ല, പക്ഷെ സ്കൂൾ എൻവയോൺമെന്റിൽ ചെറിയ പ്രഷർ ഉണ്ട്. അതെ. അപ്പൊ 10 വരെ പഠിച്ച സ്കൂളിൽ നിന്നും 11, 12 അപ്പൊ വേറെ സ്കൂളിലേക്ക് മാറുന്നു. അവിടെ എടുത്തത് ബയോമാക്സ് ആയിരുന്നു അല്ലെ? സാധാരണ രീതിയിൽ ബയോമാക്സ് +1 എടുക്കുന്ന കുട്ടികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുവെ ഒന്നുകിൽ എഞ്ചിനീയറിംഗിലേക്കോ മെഡിക്കലിലേക്കോ പോകും, അതും അല്ലെങ്കിൽ സയൻസിൽ ഗ്രാജുവേഷൻ നടത്തുക എന്നുള്ളതാണ്. ലിറ്ററേച്ചർ എടുക്കാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? എനിക്ക് ആ സമയത്ത് ഹ്യൂമാനിറ്റീസ് പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അത്രയും സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സ്ട്രെങ്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ബയോമാക്സ് പഠിച്ചു. പിന്നെ ആ സമയത്ത് ഞാൻ നീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ നീറ്റിന് പഠിക്കുമ്പോൾ തന്നെ ഇതെന്റെ വഴിയല്ല, ഇതല്ല എനിക്ക് വേണ്ടത്, MBBS അല്ല എനിക്ക് പോകേണ്ടത് എന്നൊരു ബോധം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ അമ്മ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ അമ്മയുടെ വഴിയാണ് ഞാനും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ചെറുപ്പം തൊട്ടേ വായന, റീഡിങ് ഹാബിറ്റ്സ്, ലിറ്ററേച്ചറിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മയുടെ വഴിയാണ് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് പോകുന്നു. അപ്പം ലിറ്ററേച്ചറിനോട് ഇഷ്ടം ചെറുപ്പം മുതലുണ്ടെന്ന് പറഞ്ഞത്, അപ്പം സ്കൂൾ മുതൽ ലൈബ്രറിയിലേക്ക് പോവുകയും വായനാശീലമുള്ളവര് എങ്ങനെയായിരുന്നു? ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു? അതെ, സ്കൂൾ തൊട്ട് റീഡിംഗ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് വായിക്കാറില്ല. യൂഷ്വലി ഫിക്ഷൻ ആണ് വായിക്കാറുള്ളത്. പിന്നെ എന്റെ അമ്മയാണെങ്കിലും ചെറുപ്പം തൊട്ടേ ആ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ലൈബ്രറീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ചോദിച്ചാൽ ആര് പറയും? എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്പോ MT വാസുദേവൻ നായരായിരിക്കും പറയാ. ഇംഗ്ലീഷിലാണെങ്കിലോ? ഇംഗ്ലീഷില് വില്യം വേർഡ്സ്വർത്ത്. ലിറ്ററേച്ചർ പഠിച്ച് മുന്നോട്ട് പോകുന്നതോറും ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് പലരും അതിൽ തന്നെ കൂടുതൽ, അതായത് PG എടുക്കാനും പിന്നീട് പഠിപ്പിക്കാൻ പോകാനും. അപ്പം താങ്കൾക്ക് വളരെ ക്ലിയർ ആയിരുന്നില്ലേ UPSCയിലേക്ക് വരണം എന്നുള്ളത്? എനിക്കൊന്ന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ UPSC പ്രിപ്പറേഷൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് എന്റെ വഴി സിവിൽ സർവീസ് ആണ് എന്നുള്ളൊരു ബോധ്യം വരുന്നത്?
സ്കൂൾ മുതലുണ്ടോ അതോ പിന്നീട് കോളേജിലേക്ക് വന്നിട്ടായിരുന്നോ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ എക്സാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതായത് ഇങ്ങനെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ ഇതുപോലെ ടോപ്പർ സ്റ്റോക്ക് ഒക്കെ കണ്ടിട്ടൊക്കെ. പക്ഷെ എനിക്കറിയാവുന്ന ആരും ഈ പരീക്ഷ ക്ലിയർ ചെയ്തിട്ടില്ല നാട്ടിലൊന്നും. അപ്പോൾ ഇത് വളരെ ദൂരത്തായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ കോളേജിലെത്തുമ്പോഴും എനിക്ക് അത്ര ഒരു സർട്ടനിറ്റി ഉണ്ടായിരുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ആ വർഷത്തെ റിസൾട്ട് സഫ്ന മാമും ഗോകുൽ ചേട്ടനും ഒക്കെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റിസൾട്ട് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. കാരണം ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ നടന്ന വഴിയിലൂടെ പോയ ആൾക്കാർ ഇതിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാട് ദൂരമല്ല എന്നുള്ളൊരു ഹോപ്പ് തരാനായിട്ട് ആ റിസൾട്ട് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അത് തന്നൊരു ഇൻസ്പിറേഷനിൽ നിന്നും കൂടെയാണ് ഞാൻ പിന്നീട് ഇതിലേക്ക് വരുന്നത്. നമ്മൾ ചെറിയ പ്രായത്തില് സാധാരണ സിവിൽ സർവീസിലേക്ക് വരുന്ന കുട്ടികള് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളില് നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ IAS അല്ലെങ്കിൽ സിവിൽ സർവീസോട് ബന്ധപ്പെട്ട പലതും കാണാറുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സിനെയൊക്കെ കണ്ടിട്ട് ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്, ഭരചന്ദ്രനെ കണ്ട് ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട് പോലീസ് ആവാനെന്നുള്ള രീതിയിൽ. അപ്പം സ്കൂൾ സമയങ്ങളിൽ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ, അതായത് നമ്മള് ആക്ഷൻ ഫിഗർ അല്ലാതെ ഒരു ലിറ്റററി വർക്കിലോ അല്ലെങ്കിൽ സിനിമയിലോ അങ്ങനെ ഇൻസ്പിറേഷൻ വല്ലതും തോന്നിയിട്ടുണ്ടോ? മൂവീസിന് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടില്ല. പിന്നീട് ഈ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് UPSC റിലേറ്റഡ് മൂവീസ്, അല്ലെങ്കിൽ വിക്രമാദിത്യനോ അല്ലെങ്കിൽ ഉദാഹരണം സുജാത, അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് ഗുഡ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ റിയൽ ലൈഫിൽ സിവിൽ സർവൻസും അവരുടെ വർക്കും ഒക്കെ കണ്ടിട്ടാണ് കുറച്ചും കൂടെ ഒരു ഇൻസ്പിറേഷൻ. എനിക്കൊന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ കളക്ടർ ഉണ്ട് കാർത്തികേയൻ സാർ. അപ്പൊ സാറ് മീറ്റ് ദ കളക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ട് കുട്ടികളെ വിളിച്ച് അവരുടെ ഇഷ്യൂസ് ചോദിക്കുകയും അത് അഡ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇതുപോലെ ഒരു തവണ വിളിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സാറിനോട് ചോദ്യം ചോദിച്ചു, ഇങ്ങനെ കൊട്ടാരക്കരൊരു തോടുണ്ട്, അപ്പോൾ അതിന്റെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാറ് ചോദിച്ചു അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. അവിടെ ഒരു സൊല്യൂഷൻ പറഞ്ഞു. ഞങ്ങൾ കാണുന്നത് നെക്സ്റ്റ് വീക്ക് ആ തോട് മുഴുവൻ ക്ലീൻ ആയി ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് വരുത്താൻ ഒരു സിവിൽ സർവന്റിനെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ പിന്നീട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ റിസൾട്ട് വരുന്ന സമയത്ത് ആക്ച്വലി എന്ത് ഫീലിംഗ് ആണ്? ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു, കയറിയില്ല, സീസാറ്റ് കാരണമാണ് പോയത്. വീണ്ടും ഭയങ്കര ഉഷാറോടുകൂടി പഠിക്കുന്നു, പ്ലസ് പാസ് ആവുന്നു, മെയിൻസ് പാസ് ആവുന്നു, ഇന്റർവ്യൂവിലെത്തി. അപ്പം റാങ്ക് കിട്ടിയപ്പോഴത്തേക്കും എന്തായിരുന്നു ഒരു ഫീലിംഗ് ആ ഒരു മൊമെന്റിൽ? ഞാൻ ഒരു ഏകദേശം 2 മണിക്കാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിന് തലേ ദിവസം തിങ്കളാഴ്ച തന്നെ എക്സ്പെക്ട് ചെയ്ത് കുറച്ച് ടെൻസ്ഡ് ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അന്ന് 7 മണിയോടുകൂടി അത് അവസാനിപ്പിച്ചു. പിന്നീട് ചൊവ്വാഴ്ച ആയപ്പോൾ ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള ഒരു ടെൻഷനാണ്. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇന്റർവ്യൂ വരെ പോകുന്നത്. പിന്നെ അവിടുന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ആ സമയത്ത്, ഞാൻ മറ്റേ സ്നേക്ക് ആൻഡ് ലാഡറിലെ 98ലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒന്നുകിൽ ഞാൻ 100ലെത്തും, അല്ലെങ്കിൽ മറ്റേ പാമ്പിന്റെ വായി കയറിയിട്ട് 2ലെത്തുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ 12:30 ആയപ്പോഴത്തേക്കും മറ്റേ അലാറൊക്കെ വരാൻ തുടങ്ങി, ഇപ്പൊ വരും എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്കിങ്ങനെ തലയൊക്കെ കറങ്ങുന്നുണ്ടോ, കൈയൊക്കെ വറക്കുന്നുണ്ട്. അങ്ങനെ ഒരു മണിക്കൂറോളം നോക്കിയിരുന്നിട്ടും വന്നില്ല. പിന്നെ അൾട്ടിമേറ്റ്ലി റിസൾട്ട് വന്നു. ആ PDF ഓപ്പൺ ചെയ്തു. ആദ്യം എന്റെ പേര് ഞാൻ ഫസ്റ്റ് പേജ് നോക്കിയെങ്കിലും കണ്ടില്ല. പക്ഷെ എന്റെ ഫ്രണ്ട് സോണ്ടിന്റെ പേര് ഞാൻ കണ്ടു. അപ്പൊ ഓക്കെ, സോണ്ടാണെന്ന് തോന്നുന്നു ടോപ്പർ എന്ന് കണ്ടു. അപ്പോഴും പിന്നീട് കാണുന്നില്ല. അപ്പൊ പിന്നീട് പേര് കണ്ടു. ഒരു ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത്, എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഞാനിങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു, അതാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ എനിക്കൊരു റിലീഫോ അങ്ങനെ ഒരു ഫീലിംഗ് ഇതിനൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സന്തോഷമൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങുന്നത്. ഈ പ്രിപ്പറേഷൻ ചേർന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് കുറെ ഉയർച്ചകളും താഴ്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിന് നല്ലവണ്ണം മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ എലമെന്റ്. അപ്പം താങ്കളുടെ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ആരായിരുന്നു ചോദിക്കാനൊരു കാരണമുണ്ട്. ഞാൻ നന്ദനെ കാണുമ്പോൾ പോലും നന്ദനയുടെ സ്റ്റാറ്റസുകളിലും ഒക്കെ നന്ദന്റെ ഒപ്പമുള്ള ഒരാളാണ് നന്ദന്റെ അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അമ്മയുടെ റോൾ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കാം, അമ്മയുടെ റോൾ എങ്ങനെ കാണും? എന്റെ അമ്മ അക്കാഡമിക്കലി കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എന്റെ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ. പക്ഷെ അതിനപ്പുറം എന്റെ അമ്മ കുറെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അമ്മ വളരെ ഹൈ സ്പിരിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ വളരെ ഓവർ തിങ്കിങ് ആയിട്ടുള്ള, കുറെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. അപ്പൊ അമ്മ ഫേസ് ചെയ്യുന്നതിന്റെ ഒരു 1/10 ചലഞ്ച് പോലും ഞാൻ ഫേസ് ചെയ്യുന്നില്ല. പക്ഷെ അമ്മ കൂളാണ്, ഞാൻ ആണ് ടെൻസ്ഡ് ആവുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ആയിട്ട് അമ്മ ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജേർണി നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ പേരൻസ്, നമ്മുടെ ഫാമിലി ഒക്കെ ഇതിലൊരു ക്രൂഷ്യൽ റോളാണ്.
സൈമൾട്ടേനിയസ്ലി നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഇതൊക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ മാത്രം ഒരു വിജയം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ വിജയത്തിൽ കുറച്ചു പേർക്കൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇതൊന്ന് അപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പം ചുറ്റുമുള്ള ആർക്കെങ്കിലും കൊടുക്കും ഈ വിജയം. എനിക്ക് തോന്നുന്നു പേരൻസ് നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോ അവരെന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ്, ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ഒന്നും അല്ലാതിരുന്ന കാലത്ത്, മാർവാനീസ് കോളേജിലെ ഒരു ഗ്രാജുവേറ്റ് മാത്രമായിരുന്ന ഒരു കാലത്ത് കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ കുറച്ച് ഫ്രണ്ട്സ്, ഇപ്പൊ പേര് പറയുകയാണെങ്കിൽ നവ്യുണ്ട്, ഷാരിയുണ്ട്, ശ്രീനാഥ് ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാര് കൂടെ നിന്നിട്ടുണ്ട് ഞാൻ ഒന്നും അല്ലാതിരുന്ന കാലത്ത്. പിന്നെ അതുപോലെ ടീച്ചേഴ്സ്, റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ പിന്നില്. പക്ഷെ നമ്മൾ വേറൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അത് ആ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിരിക്കും. അപ്പം നമ്മളെപ്പോഴും ജയിക്കുന്നവരുടെ കഥകൾ, ഇപ്പൊ നമ്മളിപ്പോഴാണ് സംസാരിക്കുന്നതും ജയിച്ച കുട്ടികളുടെ കഥയാണ്. പക്ഷെ ഒത്തിരി കുട്ടികൾ ഈ പരീക്ഷയുടെ പല സ്റ്റേജുകളിലായിട്ട് ഫെയിൽ ആവുന്നുണ്ട്. അപ്പം അവരോട് എന്താണ് നന്ദനയ്ക്ക് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ പ്രിലിംസ് ഫെയിലിയറിന്റെ സമയത്ത് എനിക്ക് ഈ ഫീലിംഗ് ഉണ്ടായിരുന്നു. ബിക്കോസ് അന്ന് എനിക്ക് GS നല്ല മാർക്ക് ഉണ്ടായിരുന്നു, CSAT പൊട്ടി. അപ്പൊ അന്ന് ആദ്യം ഒരു ഡിനയിലായിരുന്നു ഞാൻ ഫെയിൽ ആയ സമയത്ത്. കാരണം ഇല്ല, എന്നെ മാത്രം UPSC തോൽപ്പിച്ചു. പക്ഷെ എനിക്ക് ഞാൻ ഇട്ട എഫേർട്ടിന് അവരെനിക്ക് റിസൾട്ട് തന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ആദ്യത്തെ പ്രിലിംസ് ഫെയിലിയർ കൊണ്ടാണ് ഞാനിപ്പോ 47ാമത്തെ റാങ്കിൽ നിൽക്കുന്നത്. അന്ന് ഞാൻ പ്രിലിംസ് ചിലപ്പോൾ പാസ്സായെങ്കിൽ ചിലപ്പോൾ ഞാൻ മെയിൻസ് പൊട്ടിയേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്റർവ്യൂ പൊട്ടിയേനെ. ആ പ്രിലിംസ് ഫെയിലിയറിന് ശേഷമാണ് ഞാൻ പിന്നീട് മെയിൻസിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതും മെയിൻസിൽ നല്ല എഫേർട്ട് ഇടുന്നതും പിന്നീട് ഈ അറ്റംപ്റ്റിൽ ഒരുമിച്ച് കയറാൻ തോന്നുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫെയിലിയർ വരുമ്പോൾ നമ്മളത് കുറച്ചും കൂടെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്കി മുന്നിലുള്ള കാര്യങ്ങളെല്ലാം അഡ്രസ് ചെയ്യാൻ. ഇപ്പൊ UPSC ആസ്പിറൻസിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രിലിംസ് പൊട്ടിക്കഴിഞ്ഞാൽ മെയിൻസിലും ബാക്കി സ്റ്റേജസിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ കുറച്ചും കൂടെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ എക്സാമിനെ സമീപിക്കണം എന്ന് തോന്നുന്നു. നമ്മൾ മലയാളത്തിലെ ചെറുപ്പകാലത്തിൽ പഠിക്കുമല്ലോ, തോൽവി വിജയത്തിന്റെ പടികളാണെന്നുള്ളത്. അത് വളരെ യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പടികൾ തന്നെയായിരുന്നു അല്ലേ? പടികൾ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ തോറ്റിരിക്കുന്ന സമയത്ത് എന്നോട് ആരെങ്കിലും പറഞ്ഞാല് എനിക്ക് ആ സമയത്ത് അതെ ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോ ശരിയാണ്. ശരിയാണ്. പക്ഷെ നമ്മൾ ഈ UPSC ജേർണിയിൽ പല ആസ്പിറൻസും വളരെ അലോൺ ആണ്, വളരെ ഒറ്റയ്ക്കാണ്. അവര് ഫേസ് ചെയ്യുന്ന റിയാലിറ്റീസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ മോട്ടിവേഷൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒബ്ജക്റ്റീവ് ആയിട്ട് തീർച്ചയായിട്ടും തോൽവിയുടെ വിജയത്തിന്റെ പടിയായിട്ട് മാറ്റാൻ പറ്റും എന്ന് തോന്നുന്നു. ഇവിടെ ഒരു പോയിന്റ് എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, UPSC ജേർണലിൽ പലപ്പോഴും ആസ്പിറൻസ് ഒറ്റയ്ക്കായിരിക്കും. അവരും ഫേസ് ചെയ്യുന്നത്, അവർ പാസ് ചെയ്തു പോകുന്ന ഇഷ്യൂസ്, വിഷമങ്ങളൊന്നും പലർക്കും അറിയുന്നില്ല. അപ്പം ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ, ഹൗ ഇമ്പോർട്ടൻറ്റ് ഡു യു തിങ്ക് ഇസ് മെന്റൽ ഹെൽത്ത് when it comes to the preparation, and to what extent do you think that aspirant community knows this? മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്റെ ആ പ്രിലിംസ് ഫെയിലിയർ ചെയ്യുന്ന പ്രിലിംസ് സക്സസ് വരെയുള്ള സമയത്ത് എന്റെ മെന്റൽ ഹെൽത്ത് വളരെ പുവർ ആയിരുന്നു. അപ്പൊ അതെന്റെ ഹെൽത്തിനെ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്, എന്റെ പ്രൊഡക്ടിവിറ്റിയെ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നും ഇല്ല മുന്നോട്ട് നോക്കാൻ, അങ്ങനെയൊക്കെ 23 വയസ്സിൽ തോന്നുക എന്ന് പറയുന്നത് അത്ര നല്ല മെന്റൽ ഹെൽത്തിന്റെ ഒരു ലക്ഷണം അല്ല. അപ്പോ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ല. ഞാനിങ്ങനെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടും ഒന്നുമില്ല, ഒരു ഹെൽപ്പ് ഒന്നും അന്ന് എടുത്തിരുന്നില്ല. ഞാനിങ്ങനെ കുഴപ്പമില്ല, നല്ലൊരു നാളെ വരും എന്നൊരു ഹോപ്പിൽ അങ്ങ് പോവുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂ കുറച്ചും കൂടെ പ്രത്യേകിച്ച് ആസ്പിറൻസിന്റെ ഇടയിൽ അഡ്രസ് ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മെന്റൽ ഹെൽത്തിനൊരു അവയർനെസ് ഉണ്ടെങ്കിലും ഇവര് നോക്കുമ്പോൾ ഇവര് സംഭവിക്കുന്ന കാണുന്നത്, ഇവരോടൊപ്പം പഠിച്ച കുട്ടികൾ ജോലിക്ക് പോകുന്നു, PGക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പല സ്ഥലത്തും പഠിക്കാൻ പോകുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്നു. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ രാവിലെ എണീക്കുന്നു, ഹിന്ദു വായിക്കുന്നു, പൊളിറ്റി അടിക്കുന്നു, ലക്ഷ്മി അടിക്കുന്നു, എല്ലാ ദിവസവും ഇതേ സാധനം തന്നെ. ഇന്നിപ്പോ അത് ചെയ്യുന്നു, നാളെ വീണ്ടും അത് ചെയ്യുന്നു. അപ്പൊ നമുക്കൊന്നും കാണിക്കാനില്ല. നമുക്ക് നമ്മൾ ഇന്ത്യൻ പൊളിറ്റി വായിക്കുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയും
അതുപോലെ ചുറ്റുമുള്ളതും അതും എനിക്കൊന്നൊരു പരിധി വരെയെങ്കിലും ഇവരെ ഈ പറഞ്ഞത് അലോൺ ആണെന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരുന്നുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ലിമിറ്റഡ് അളവില്. പിന്നെ എന്നെ ഇതൊന്നും ലൈക്ക് എന്റെ കൂടെ ഉള്ളവർ ഇങ്ങനെ ചെയ്യുന്നു അതൊന്നും എന്നെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ UPSC ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹമ്പിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ, പണ്ടത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ ചായ കുടിക്കാൻ പോവുക, വെറുതെ അതിലേക്കൂടെ ഇങ്ങോട്ട് നടക്കുക. അപ്പൊ നമ്മള് കുറച്ചും കൂടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എൻജോയ് ചെയ്യാനും UPSC പ്രിപ്പറേഷൻ നമ്മളെ പഠിപ്പിച്ചു എന്ന് തോന്നിയിട്ടുണ്ട്. പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മളൊരു ഗോളുണ്ട്, അങ്ങനെ നമ്മൾ തുടങ്ങുന്നത്. ഗോൾ ഒബ്വിയസ്ലി IAS ആണ്. താങ്കള് ഈ എഫോർട്ടിന് അവസാനം അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ കളക്ടർ ആണോ പഠിക്കുന്നത്, IAS ആണോ പഠിക്കുന്നത്? അപ്പം ആ ഒരു ചോദ്യം, അപ്പം ആ ഒരു ജോലി, ഒരു കളക്ടർ അല്ലെങ്കിൽ IAS എന്ന് പറയുന്ന ഒരു ജോലി എങ്ങനെയുള്ള ഒരു കളക്ടർ ആവണം, എങ്ങനെയുള്ള ഒരു IAS കാരി ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് റോൾ മോഡൽസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കാർത്തികേയൻ സാറിനെ പോലെ. അപ്പോൾ സാറ് ഭയങ്കര കാര്യങ്ങളെക്കാളും കൂടുതൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് തമാശയായിട്ട് തോന്നും, നമ്മുടെ ജില്ലയിലെ സ്കൂൾ കുട്ടികളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അവരുടെ ഇഷ്ടം എന്താണ്. പക്ഷെ അതിൽ പോലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഈവൻ ചെറിയ ചേഞ്ചസ് പോലും കൊണ്ടുവന്നാൽ ഹാപ്പി ആവുന്ന ഒരു കളക്ടർ ആവാനാണ് എനിക്കിഷ്ടം. സത്യത്തില് കുഞ്ഞു കുഞ്ഞു ചേഞ്ചസിൽ കൂടിയാണ് വലിയ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ അന്ന് അദ്ദേഹം ആ തോട് വൃത്തിയാക്കാൻ കിട്ടിയ ഒരു എഫേർട്ടിൽ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുകൊണ്ട് അതൊരു പുതിയൊരു കളക്ടർ വന്നിരിക്കുകയാണ്. ഓക്കെ, ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ഫസ്റ്റ് കാലെടുത്ത് വെക്കാൻ പോകുന്ന ഒരു ആസ്പിരന്റിന് താങ്കൾ എന്ത് ചെയ്യരുത് എന്ന് പറയും? എന്ത് ചെയ്യരുത് എന്ന് പറയും? ഞാനിപ്പോൾ റീഡിംഗ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് പുതിയ ആസ്പിറൻസിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, കറണ്ട് അഫയേഴ്സിന്റെ പിന്നാലെ കുട്ടികൾ വല്ലാണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ അതിന് പകരം അതെ സ്റ്റാറ്റിക്കിനും കറണ്ട് അഫയേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ഈ എക്സാമിന്റെ ഡിമാൻഡ് മനസ്സിലാക്കാതെ എക്സ്ട്രീം ഹാർഡ് വർക്ക് ഇട്ടാലും അതിന് നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ PYQs ഒക്കെ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് എക്സാമിനെ മനസ്സിലാക്കിയ ശേഷം ആ ഡയറക്ഷനിൽ ഹാർഡ് വർക്ക് ഇടുകയാണ് വേണ്ടതെന്ന് തോന്നുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. പല കുട്ടികളും അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ലാസ്റ്റത്തെ ഒരു ചോദ്യം, ഒരു 10 വർഷം ഡൗൺ ദ ലൈന് താങ്കളൊരു IAS ഓഫീസറായിട്ട് ഒരു കളക്ടറായിട്ട് ഇരിക്കുമ്പോഴത്തേക്കൊക്കെ താങ്കൾ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വരുത്തി ചെയ്ത് നോക്കുകയാണ്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും താങ്കൾക്ക്, അതായത് ആ ഒരു ഹോൾ ജേർണിയിൽ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആശംസിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക. ആ കുഞ്ഞു കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് താങ്കളെ പോലെ, അത് കാർത്തിക് സാറിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ട് താങ്കൾ വരുന്നു. അതുപോലെ താങ്കൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നെക്സ്റ്റ് ജനറേഷൻ തന്നെ UPSCയിലേക്കും അതുപോലെ തന്നെ പബ്ലിക് സർവീസിലേക്കും ഒക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക്സ്.